ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGSന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ കാണുമ്പോൾ അറിയാം 1 മണിക്കൂർ 30 മിനിറ്റ്, അതായത് ഒരു മെയിൻസ് LGS എക്സാം നടന്നതാണ്. 7/2/2024 കേരള PSC നടത്തിയ LGSന്റെ മെയിൻസ് എക്സാമാണ്. ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ 19 എന്നാണ് കോഡ്. ഈ ചോദ്യപേപ്പർ ആയിരിക്കും 100 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, കുറച്ച് പേർക്കൊക്കെ സൗണ്ട് വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, സൗണ്ട് അത്ര അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ആദ്യ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹരണ സമരമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതാണ്? അത് ചമ്പാരന. 1917 ബീഹാറിലാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? സത്യഗ്രഹം എന്നാണ് പറയേണ്ടത്. 1918 അഹമ്മദാബാദ് മിൽ സമരം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് നിരാഷ്ട്രവാദം ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ്. ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകുകയും ചെയ്തു. അതിർത്തി ഗാന്ധി എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു. അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു. കിതായി കുത്തുമത്ത് ഖാൻ, ഇത് ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യയുടെ സമര കാലഘട്ടത്തിൽ മിതവാദി എന്നും തീവ്രവാദി എന്നും രണ്ടായി INC പിരിയുന്നു. അത് 1907 ഈ സൂറത്ത് സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പിരിവ് വരുന്നത്. കേരളത്തിലും ഇങ്ങനെ ഒരു പിരിവ് രണ്ടായി മാറിയിരുന്നു. അത് മഞ്ചേരി സമ്മേളനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സൂററ്റ് എന്ന് മഞ്ചേരിയെ വിളിക്കുന്നു. റാഷ് ബിഹാരി ആയിരുന്നു 1907 അധ്യക്ഷൻ. മിതവാദിയുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ലാൽ ബാൽ പാൽ ഇവരാണ് തീവ്രവാദ നേതാവ്. അപ്പൊ മിതവാദി നേതാക്കൾ ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനയുടെ ഭേദഗതി ഏതാണ്? 1978 44 ഭരണഘടനാ ഭേദഗതിയാണ്. ഇതാണ് സ്വത്തവകാശത്തെ എടുത്ത് കളയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങൾ 7 എന്നാൽ ഇന്ന് 6 ഉള്ളൂ. സ്വത്തവകാശത്തെയാണ് നീക്കം ചെയ്തത്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ആൻസർ ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നമുക്ക് ഭരണഘടനയിൽ 22 കമ്മിറ്റി ഉണ്ട്. അതിൽ 8 കമ്മിറ്റികളാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. ഇത് PSC ഇപ്പോ LDC കൊല്ലത്തിന് ചോദിച്ചു എത്ര മെയിൻ കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇനി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതി അത് സുപ്രീം കോടതിയാണ്. പരമോന്നത കോടതി എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ആദ്യം എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് അമേരിക്കയിലാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ബ്രിട്ടനിലുള്ളത്. എഴുതപ്പെട്ട ഏറ്റവും വലുത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. BR അംബേദ്കർ ആണ് ശില്പി എന്ന് അറിയപ്പെടുന്നത്.
ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. പരമാധികാര, സ്ഥിതി സമത്വം, മതേതരത്വം, റിപ്പബ്ലിക്, ഇതൊക്കെയാണ് തുടക്കത്തിലുള്ളത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന രീതിയിലാണ് ആമുഖം ആരംഭിക്കുന്നത്. നെഹ്റുവാണ് ആമുഖത്തിന്റെ സ്ഥാപകൻ. ആമുഖം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അപ്പോ അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലാരിസം, ഇതൊക്കെ നമ്മുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന വാക്കുകളാണ്. കൈസരി ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. ഏത് സംഭവം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും ഈ ഒരു ബഹുമതി തിരികെ നൽകിയത്. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിന്റെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്ന ഗുരുദേവന ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പ്രസ്താവിച്ച വ്യക്തി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ എന്നാണ് ചട്ടമ്പിയുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികൾ. നിജാനന്ദ വിലാസം രചിച്ചത് ഇദ്ദേഹമാണ്. പ്രാചീന മലയാളം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അടുത്തത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? 1805 നവംബറിലാണ് പഴശ്ശി അന്തരിച്ചത്. അത് PSC ചോദ്യമാണ്. പഴശ്ശിയുടെ സ്മാരകം മാനന്തവാടി വയനാട് ജില്ലയിലാണ്. ഇനി പഴശ്ശിയുടെ പേരിലുള്ള ഗുഹ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശിയുടെ പേരിലുള്ള ഡാം എവിടെയാണ്? അണക്കെട്ട് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശിയുടെ പേരിലുള്ള മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹില്ല് കോഴിക്കോടാണ്. പഴശ്ശിരാജയുടെ പേരിലുള്ള കോളേജ് പുൽപ്പള്ളി, അത് വയനാട് ജില്ലയിലാണ്. പഴശ്ശിരാജ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പേര്. കോട്ടയത്തെ രാജാവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി TH ബാബർ ആണ് ഇദ്ദേഹത്തിനെ അടിച്ചമർത്തിയ കളക്ടർ, സബ് കളക്ടർ TH ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു ഈ ചോദ്യം നടക്കുമ്പോൾ. ഇപ്പോൾ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, താൽക്കാലികം. എന്നാൽ ഉടനെ ആകാൻ പോകുന്നത് 39ാമത്തെ ആള് നിതിൻ ജംദാർ. താൽക്കാലികമാരാണ് മുഹമ്മദ് മുഷ്താഖ്. അതുകൂടി ഓർക്കുക. ആയട്ടെ, നമുക്ക് നിതിൻ ജംദാറിനെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആയിട്ട് കഴിഞ്ഞ് നന്നായിട്ട് പഠിക്കാം. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഇദ്ദേഹമാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സഹായിച്ചത്. VP മേനോനാണ്. മലയാളിയാണ് VP മേനോൻ. 1952 ഒഡീഷയിലെ ഗവർണർ ആയിരുന്നു. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസ് അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയാണ്. ഫ്രാൻസിന്റെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. കാരക്കൽ, യാനം, മാഹി, ചന്ദ്രയാൻ. അപ്പോ എന്താണ് ഈ ഒരു ഫ്രാൻസിന്റെ കുറച്ച് പ്രദേശങ്ങളുണ്ട്, ഒരു 5ഓളം പ്രദേശങ്ങളുണ്ട്. പോണ്ടിച്ചേരി, കാരക്കല്, മാഹി, യാനം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. HN കുൻസ്ട്രോം. പിന്നെ മലയാളിയായിട്ടുള്ളത് KM പണിക്കർ. ഇവർ 3 പേരാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ഭിലായിക്കും ബൊക്കാറോയ്ക്കും സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. ദുർഗാപൂറിന് സഹായം നൽകിയത് ബ്രിട്ടനാണ്. ഭിലായി ആണ് ഏറ്റവും ലാഭത്തിലുള്ള ഇരുമ്പുരുക്ക് ശാല. ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ളത് ഇരുമ്പുരുക്ക് ശാല ബൊക്കാറോ ആണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്? ഏറ്റവും അകലെയാണ് ചൊവ്വ ദൗത്യം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ റോക്കറ്റാണ് ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ.
2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 23 ഇന്ത്യയിലാണ് നടന്നത്, 24 ബ്രസീൽ, 25 നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നു, ലാൻഡർ വിക്രം എന്നറിയപ്പെടുന്നു. റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു. ഉയരം കൂടിയത് ഹിമാദ്രിയാണ്, ശരിയാണ്. 6000 ആണ് ശരാശരി ഉയരം. 8000-ലധികം ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഹിമാദ്രിയിലുണ്ട്. ഇന്നർ ഹിമാലയ എന്നും ഗ്രേറ്റർ ഹിമാലയ എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ. ഈ ഹിമാദ്രിയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ എവറസ്റ്റ് ഇന്ത്യയിലാണോ? അല്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്, പക്ഷെ അത് നേപ്പാളിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടും. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. ശരിയാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ഇന്ത്യ 7 രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കുവെക്കുന്നു. ബംഗ്ലാദേശുമായിട്ടാണ് കൂടുതൽ അതിർത്തി. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് അതിർത്തി പങ്കുവെക്കുന്നത്. എന്നാൽ ഇന്ത്യ 9 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. എങ്കിലും കേരള PSCയുടെ ഫൈനൽ ആൻസർ പ്രകാരം എല്ലാം ശരിയാണ്. ഇന്ത്യ 9 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. മാലിദ്വീപ്, ശ്രീലങ്ക, അയൽ രാജ്യം ഇതെന്ന് പറയുന്നത് കടൽ അതിർത്തിയാണ്, കര അതിർത്തി അല്ല. കര അതിർത്തി എന്ന് എടുത്ത് ചോദിച്ചാൽ ഉത്തരം ശരിയാണ് 7. കടൽ അതിർത്തിയും കൂടെ എല്ലാം കൂടെ അതിർത്തി ചോദിച്ചാൽ 9 നമ്മൾ പഠിച്ചു വെക്കുന്നത്. പക്ഷെ PSCയുടെ ആൻസർ നമ്മൾ മനസ്സിലാക്കുക 7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ശരി കൊടുത്തു. അപ്പോ നമ്മൾ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരും. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമുദ്രം. സുന്ദരമായ പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇതിൽ തെറ്റാണ് ചോദിച്ചത്, 2 മാത്രമാണ് തെറ്റ്. പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമുദ്രം നീണ്ടുകിടക്കുന്നത്. ഇത് ബംഗാൾ ഉൾക്കടലിന് ഇടയിലാണ്. ഇനി പടിഞ്ഞാറൻ തീരസമുദ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മലബാർ പ്രദേശം, നമ്മുടെ കേരളം ഉൾപ്പെടുന്നതാണ്. അറബിക്കടലിന് സമാന്തരമാണ്. ഇതിനെ 3ആയി തിരിക്കാം. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്ന് 3ആയി തിരിക്കാം. വീതി പടിഞ്ഞാറിന് കുറവാണ്, അതുകൂടി ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. കായികം, വിനോദം, ഹോക്കി. ആന ഇന്ത്യ ദേശീയയുടെ പൈതൃക ജീവിയാണ്. ദേശീയഗീതം ജനഗണമനയാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയഗീതം വന്ദേ മാതരമാണ്. ആരാണ് ജനഗണമന എഴുതിയത്? ടാഗോർ. വന്ദേ മാതരമോ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അപ്പോ ശരി ചോദിച്ചത് കൊണ്ട് 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്ത്, കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി നദീതീരത്ത്. പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. അയോധ്യ, സരയൂ, അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സബർമതി തീരം, കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി നദീതീരം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാർകൂട്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഉയരം കൂടിയത് ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. പശ്ചിമഘട്ടത്തിൽ ഉയരം കൂടുതലാണ്, ദക്ഷിണേന്ത്യയിൽ ഉയരം കൂടുതലാണ് ആനമുടി. അപ്പോ ഉത്തരം 2 തെറ്റാണ്. തെക്ക് വടക്ക് 560 കിലോമീറ്റർ ആണ്, താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. കേരളത്തില് നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയേത്? കിഴക്കോട്ടൊഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴ. അപ്പൊ കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ ആണ്. ശരിയാണ്. ഇത് കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനിയുടെ പേര് കപില എന്നും ഭവാനി എന്ന് പറയുന്നത് കൊടുങ്ങരപ്പള്ളം പുഴ സ്ഥിതി ചെയ്യുന്നു. പാമ്പാർ തലയാർ എന്നറിയപ്പെടുന്നു, ഇടുക്കി ജില്ലയാണ്.
ഭവാനി പാലക്കാട് ജില്ലയാണ്. കബനി കേരളത്തിലെ ഏക നദിയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ ഏക നദിയാണ്. വയനാട് ജില്ലയിലാണ് ഉത്ഭവം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകൂത്ത് പെരിയാറിലാണോ? അല്ല, പെരിങ്ങൽകൂത്ത് അങ്ങ് തൃശ്ശൂരാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉം ശരിയാണ്. നീളം കൂടിയ 2ാം സ്ഥാനം ഭാരതപ്പുഴ. 1 പെരിയാറാണ് 244 കിലോമീറ്റർ, 2 ഭാരതപ്പുഴയാണ് 209 കിലോമീറ്റർ. 3ാം സ്ഥാനം പമ്പ നദിക്കാണ് 176 കിലോമീറ്റർ. അപ്പൊ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ ഇതിനെ പേരാർ എന്ന് വിളിക്കുന്നു, നിള എന്ന് വിളിക്കുന്നു, ഇതിനെ പ്രതിച്ചി എന്നറിയപ്പെടുന്നു, ശോകനാശിനി പുഴ എന്ന് വിളിക്കുന്നു. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശരി. ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട് ജില്ലയിലാണ്. അപ്പോ ശാസ്താംകോട്ട ശുദ്ധജല തടാകമാണ്, കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. 2ാം സ്ഥാനമാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിന്. 2 മാത്രം തെറ്റാണ് ചോദിച്ചത്. ശരിയല്ലാത്തവ 2 മാത്രം. താഴെ പറയുന്ന പ്രസ്താവന ശരിയേത്? കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി. വയനാട് ചുരം കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട്. അപ്പൊ ആൻസർ വരുന്നത് 2ഉം 3ഉമാണ് ശരി. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ക്ലിയർ ആണ്? ആര്യങ്കാവ് ചുരമാണ്. അപ്പൊ താമരശ്ശേരി ചുരം എവിടെ കിടക്കാണ്? വയനാട് ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ കിടക്കുകയാണ്. അപ്പൊ ഇത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് കോയമ്പത്തൂർ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം. നീണ്ടകര കൊല്ലം ജില്ലയിലല്ലേ? അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. കായംകുളം ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. അപ്പൊ എറണാകുളം എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ 2 എണ്ണം എന്തായാലും ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് 2ഉം തെറ്റാണെങ്കിൽ ഉത്തരം 2ഉം 3ഉമാണ്. അപ്പൊ ഉത്തരം വായിക്കാം. അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോ കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. നമ്മൾ കൂടുതലും ജലത്തിൽ നിന്നുള്ള വൈദ്യുതിയാണ്. ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ താപത്തിൽ നിന്നാണ് കൂടുതലായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസലാണ് ആദ്യത്തേത്. ഇടുക്കി ജില്ലയിലാണ്. മുതിരപ്പുഴ എന്ന നദിയിലാണ്. ഈ മുതിരപ്പുഴ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ പോഷക നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. 780 മെഗാവാട്ടാണ് സ്ഥാപക ശേഷി. 2ാം സ്ഥാനം ഏതിനാണ്? ശബരിഗിരിക്കാണ്. അടുത്ത ചോദ്യം, കേരളത്തില് വന്യജീവി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി പാലക്കാട്, ശെന്തുരുണി കൊല്ലം, ചൂളന്നൂർ തൃശൂർ. കരിമ്പുഴ മലപ്പുറം, ശെന്തുരുണി കൊല്ലം, ചൂളന്നൂർ പാലക്കാട് ജില്ലയാണ്. 2 ഉത്തരമാണ് വന്നിരിക്കുന്നത്, 1ഉം 3ഉം. അപ്പൊ ആൻസർ 1ഉം 3ഉം. ചൂളന്നൂർ പക്ഷിസങ്കേതം പാലക്കാട് ജില്ല, കരിമ്പുഴ മലപ്പുറം, ശെന്തുരുണി കൊല്ലം ജില്ല. ശെന്തുരുണിയുടെ പ്രത്യേകത മരത്തിന്റെ പേരിൽ, വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റ് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. ശരിയാണ്. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നിശബ്ദ താഴ്വര എന്ന പേര്. ഇത് മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ലയിലാണ്. അപ്പോ 1, 2ഉമാണ് ശരി. ചോദിച്ചത് തെറ്റാണ്. തെറ്റ് 3 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജയാണ്. ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത
അപ്പോ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് PT ഉഷ, സെമി ഫൈനലിസ്റ്റ് ആയത് ഷൈനി വത്സൻ, ഫൈനലിസ്റ്റ് ആയത് നമ്മുടെ PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന എഴുതുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷുമാണ്. അപ്പൊ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 എന്ന് പറഞ്ഞേക്കുന്നത് എല്ലാം ശരിയാണ്, തെറ്റാണ് ചോദിച്ചേക്കുന്നത്. 2 ശരിയാണ്, 3 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ പിന്നെ ഉത്തരം എന്തായിരിക്കും? 1 മാത്രമാണ് ആൻസർ. കേരള നിയമസഭ 92 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. 1 മാത്രം തെറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീർ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. DY ചന്ദ്രചൂഡ് ആണോ? അല്ല. ഇത് രണ്ടും ശരിയാണ്. 1ഉം 3ഉം തെറ്റാണ് ചോദിച്ചത്. 2 മാത്രമാണ് തെറ്റ്. ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. സർവകലാശാല കാർഷിക നമ്മുടെ കലാമണ്ഡലത്തെ കുറിച്ചുള്ള ചോദ്യം എലിമിനേറ്റ് ചെയ്തു. ചെറുതുരുത്തിയിലാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം. ഇനി കേരളത്തിലെ സാഹിത്യ അവാർഡ് 2023 SK വസന്തൻ, 2023 വയലാർ പുരസ്കാരം മീശ S ഹരീഷ്, ഓടക്കുഴൽ അംബികാസുധൻ മങ്ങാട്. എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാവർക്കും അറിയാം. ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണെന്നും ഉറപ്പാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? വയലാർ അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. 22 ഹരീഷിന്റെ മീശയ്ക്കാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻ കുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. 615 കോടി രൂപയായി. S സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. അപ്പൊ ആൻസർ 1ഉം 3ഉം 4ഉം ശരിയാണ്. 2 മാത്രം തെറ്റ്. കേരളത്തിന്റെ തനതായ നൃത്തരൂപം ഏതാണ്? തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായത് ആര്? ഈ രുചിര കമ്പോജ് ഇപ്പോൾ രാജിവെച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനീവയില് അരിന്ദം ബാഗ്ജിയാണ്. അപ്പൊ ഇത് എലിമിനേറ്റ് ചെയ്തു. ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. ദേശീയതലത്തിൽ, ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി തടയുക സ്ഥാപനം ഏതാണ്? ദേശീയതലത്തിലാണെങ്കിൽ ലോക്പാലാണ്. സംസ്ഥാന തലത്തിൽ ലോകായുക്ത. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. ലെസഫയർ സിദ്ധാന്തം. ആദം സ്മിത്ത് ആണ് ലെസഫയർ സിദ്ധാന്തം. ഉത്തരമില്ല, അതുകൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്തു. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആൻസർ സി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗഗൻയാന്റെ നേതൃത്വം വഹിച്ചത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിനാണ്. ഇനി 2023 നർഗീസ് ദത്തിനാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജോൺ ഫോസെയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അസ്ഥി കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥി കാഠിന്യം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. 2 ദിശകൾ ട്രാൻസ്ഫോർമേഷൻ വിജാഗിരി. സി ആകൃതിയിലുള്ള തരണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യന്റെ ശരീരം ഏത്? ട്രക്കിയ. ഇനി പൂച്ച, നായ, കാക്ക, മയിൽ. ഇത് നമുക്ക് ഇവിടെ വേണ്ടത് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? അപ്പോ പൂച്ച എന്ന് പറയുമ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക് ശരിയാണ്. മയില് കോർവസ് കിസ്റ്റാറ്റസ് ശരിയാണ്. അപ്പൊ 1ഉം 4ഉം മാത്രമാണ്, അല്ല 1ഉം 3ഉം മാത്രമാണ്
തെറ്റിപ്പോയി. 1ഉം 3ഉം മാത്രമാണ് ശരി. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക് ആണ്. കാക്ക കോർവസ് പ്ലെൻഡൻസ് ആണ്. കോർവസ് പ്ലെൻഡൻസ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, നമുക്ക് പീകോക്കിന്റെ സയന്റിഫിക് നെയിം ഒന്ന് അറിയണം അല്ലെ? കാര്യം നമ്മളുടെ ദേശീയ പക്ഷിയാണ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് എന്താണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. പാവോ ക്രിസ്റ്റാറ്റസ്. ക്രിസ്റ്റാറ്റസ് ഇതാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. പാവോ ക്രിസ്റ്റാറ്റസ്. ഇനി നായയുടെയും എപ്പോഴും നമ്മൾ കാണുന്നതാണ്. ക്യാനിസ് ഫെമിലിയാരിസ് എന്നാണ് ഈ നായയുടെ ശാസ്ത്രീയ നാമം. ക്യാനിസ് ഫെമിലിയാരിസ്. ജീവികൾ ഹൃദയാറകൾ. പാറ്റ 13 ഉണ്ടെന്ന് അറിയാം. മത്സ്യം 2 പറയും. D2 വരുന്നത് ഏതാണ്? D2. അപ്പോ A3. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടി. പല്ലി 3, പക്ഷി 4. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം? 2023 സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ ഇല്ലാതാക്കുക, തോൽപ്പിക്കുക എന്നുള്ളത്. ഇനി 24 മനുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കാം, ഇങ്ങനത്തെ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഹരിതയാണ്. മുക്തി, അക്ഷയ, അനഘ തക്കാളിയാണ്. ശ്വേത, ഹരിത എന്നൊക്കെ പറയുന്ന വഴുതനങ്ങയാണ്. ഭാരതത്തിന്റെ അടിസ്ഥാനം, ഭാരത്തിന്റെ ഭാരം ന്യൂട്ടൺ. SI യൂണിറ്റ് ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ത്? പവർ കാണുന്നത് 1/f എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻസർ 4 ഡയോപ്റ്റർ എന്ന് കിട്ടും. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് C14 എന്ന് നമ്മൾ കാർബൺ ഡേറ്റിംഗുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്യും. ഒരു കുതിര 1 ഹോഴ്സ് പവർ ഡാഷ് വാട്ടാണ്? 746 വാട്ടാണ്. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ. അതേ ചോദ്യം പേപ്പർ വീണ്ടും വന്നു. S സോമനാഥ്. ചന്ദ്രയാൻ 3 റോവറിന്റെ പേര് വീണ്ടും ചോദിച്ചു. ഉത്തരം പ്രഗ്യാൻ. ലാൻഡർ വിക്രം. ഒരേ ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങൾ കിട്ടി. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ശരിയായ ചോദ്യം ചിക്കൻ പോക്സ്, കോളറ, കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ ഗുനിയ, മന്ത് ചിക്കൻ ഗുനിയ. മന്ത് ഈ ഒരു വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ജോഡിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. വായുവിലൂടെ പകരുന്നത് ഏതായിരിക്കും? ഇതിനകത്ത് ക്ഷയം വായുവിലൂടെ പകരും, ചിക്കൻ പോക്സ് വായുവിലൂടെ പകരും. ആൻസർ 3 മാത്രമാണ്. മന്ത് കൊതുക്, ഫൈലറിൻ വിരകളൊക്കെയാണ് പരത്തുന്നത്. കോളറ മലിനമാക്കപ്പെട്ട ജലം. അപ്പോ വായുവിലൂടെ ക്ഷയം, ചിക്കൻ പോക്സ്. സിറോഫ്താൽമിയ എന്ന രോഗം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് സിറോഫ്താൽമിയ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? 2014 നവംബർ 9. 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണിനെ ബാധിക്കുന്നു. മർദ്ദം ഹെവി ആകുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28. ചുവടെ നൽകിയിരിക്കുന്ന വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? വൈറസ് എന്ന് പറയുമ്പോൾ എയ്ഡ്സ് വൈറസ് ആണ്. ഡെങ്കിപ്പനി ചിക്കുൻഗുനിയ വൈറസ് ആണ്. എലിപ്പനി ബാക്ടീരിയ ആണ്. ഡിഫ്തീരിയ തൊണ്ടമുള്ള് ബാക്ടീരിയ ആണ്. ഇനി ക്ഷയം ബാക്ടീരിയ. താഴെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മലേറിയ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ ഒക്കെ ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിന്റെ രീതി കൊണ്ട് ഉണ്ടാകുന്നതാണ്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസം, സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? അപ്പൊ മാനസിക രോഗമൊക്കെ മാറി, പക്ഷെ അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നു. അവരുടെ പദ്ധതിയാണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റിസ്, ആസ്മ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് ഇതൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. നെഫ്രൈറ്റിസ് വൃക്കാപരമായ രോഗമാണ്.
ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡികൾ. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി ഫംഗസ് ആണ്, ഫംഗസ്. നിപ്പ വൈറസ് ആണ്. 2ഉം 4ഉം ശരിയാണ്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 25ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ. 25 25 4 4 25 4 100 ഇത് 100. അപ്പൊ രണ്ടിന്റെയും കൂടെ സ്ക്വയർ 10,000. 48 km/h മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? 48 5/80 18 അപ്പോ നമുക്ക് കിട്ടുന്നത് 300 അല്ലെ? 30 എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം വരുന്നത്. 5 മണിക്കൂർ കൊണ്ടാണ്. ദൂരെ യാത്ര ചെയ്യുന്നതാണ് ചോദിച്ചത്. നമ്മുടെ ആൻസറിൽ ഇതെല്ലാം ശരിയാണ് ഈ പറഞ്ഞത്. നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ടി ഇൻറ്റു എസ് ആണ്. ടി എന്ന് പറയുമ്പോൾ 5 മണിക്കൂറാണ്. എസ് 48 ആണ്. കൺവേർട്ട് ചെയ്തു 5/80. അപ്പൊ ഇതില് നമുക്ക് വെട്ടാൻ പറ്റുന്നതൊക്കെ നമ്മൾ വെട്ടുക. ക്ലിയർ ആണ്? 5/80 കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കൺവേർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ സ്പീഡിനെ? കാര്യം ഇത് കിലോമീറ്ററിലാണ്, ഇത് km/h ആണ്, ഇത് മണിക്കൂറാണ്. അപ്പൊ കിലോമീറ്ററിൽ ഉത്തരം വേണ്ടത് കൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ 8×5 40, 14 24 24 ഉത്തരം 240. 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏതാണ്? ഇത് 0.5 ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യും. ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്യും. 7/2 വരും. 3.5 അല്ലേ? 13/7 16/7 19/7. ഇതില് ആദ്യ എണ്ണൽ സംഖ്യ പദം ഏത്? അടുത്തത് 10. അപ്പൊ 3 എണ്ണം കൂടി പോവുക. 21/7 വരത്തില്ലേ? 7 3 21 അല്ലേ? ആദ്യ എണ്ണൽ സംഖ്യ പദം ഏതാ? 3 വന്നു. അപ്പൊ 3 ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇനി 21 കഴിഞ്ഞ് 24 വരും. പിന്നെ 20 അങ്ങനെ 3 കൂട്ടിയാ പോകുന്നത്. 6 3 9 9 3 12 സോറി 22 ആയിരുന്നു വരുന്നത്. 22 വന്നു. 22 3 25 പിന്നെ 28 വരും. 28/7 എന്ന് വെച്ചാൽ 7 4 28. ഉത്തരം എന്താണ്? 4 ആണ്. നോക്കുക, ആദ്യം വരുന്നത് പെർഫെക്റ്റ് നമ്പർ 4. ഭിന്നസംഖ്യയുടെ ലസാഗു. ഭിന്നസംഖ്യയുടെ ലസാഗു എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിന്റെ LCM ബൈ ഡിനോമിനേറ്ററിന്റെ HCF കാണുകയാണ്. ന്യൂമറേറ്റർ 3 5, ഇതിന്റെ LCM എന്ന് വെച്ചാൽ 15 തന്നെയാണ്. ഡിനോമിനേറ്ററിന്റെ HCF ആണ്. അപ്പൊ 4 8ന്റെ HCF 4 ആയിരിക്കും. 15/4 നമ്മുടെ ആൻസർ എലിമിനേറ്റ് ചെയ്യും. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ട് എങ്കിൽ സാധനത്തിന്റെ വില എത്ര? ഉത്തരം 1000 രൂപ. √0.111 ഇത് √0.1ഉം 0.4ഉം കൂടെ ഗുണിച്ചാൽ √0.4444 ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഉത്തരം √4ന്റെ ഉത്തരം 2 ആയിരിക്കും. 2 2 ഇങ്ങനെ എക്സെട്ര. ഇനി 0.22 എക്സെട്ര. സ്കൂൾ അസംബ്ലി 10A ആശ മുന്നിൽ നിന്ന് 25ാമത്, പിന്നിൽ നിന്ന് 13ാമത്. അപ്പൊ എത്ര പേരുണ്ട്? 38 പേർ. ഒരാളെ കുറയ്ക്കുമ്പോഴായിരിക്കും ടോട്ടൽ എണ്ണം കിട്ടുന്നത് 37. 1 മുതൽ 100 വരെ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 1 മുതൽ 100 വരെ ആകുമ്പോൾ n+1/2 എന്നെടുക്കും. ഉത്തരം 50.5. n+1/2. ഇനി രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടും. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ എത്ര മടങ്ങാകും? രാജുവിന്റെ വയസ്സ് 15. ആൻസർ 15. ഇനി ഇവിടെ ഇതിനെല്ലാം കൂടെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. 6 ആണ് ഉത്തരം. ഇനി 6ന്റെ ക്യൂബ് 216 എങ്കിൽ 10ന്റെ ക്യൂബ് 1000. കുറയ്ക്കണം. ഇവിടെ 6 കുറച്ചേക്കുവാണ്. ആൻസർ വരുന്നത് 990.
ഇവിടെ ശരാശരി കാണാനാണ് തുക ബൈ എണ്ണമാണ്. 8 5 13, 13 9 22 3 25, 25 7 32. അങ്ങനെ ഇങ്ങനെ കൂട്ടി 30 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഒറ്റയാനെ കണ്ടെത്തുക. 179, 157, 123, 163. ആൻസർ ഡി. ഒറ്റയാനെ കണ്ടെത്തുക. ക്ലിയർ ആണ്. ഇനി നമുക്ക് വേണ്ടത് -2 1 6 13. നെക്സ്റ്റ് നമ്പർ 1 കഴിഞ്ഞാൽ 5 കൂട്ടുന്നു, 6 കഴിഞ്ഞ് 7 കൂട്ടുന്നു, അടുത്ത 9 കൂട്ടുക 22. 8/125 തുല്യം ഏതാണ്? 0.064. 125 ഹരിക്കുന്നു. ഇനി 6 കൊണ്ട് അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും. ബോർഡ് മാസ് ആണ്. ആദ്യം ഇത് ചെയ്യുക. -8 25 3 75 ആണ്. +10 -18. അപ്പൊ ഈ ബോർഡ് മാസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 59 എന്നാണ്. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതകത്തിലെ പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. 225 ഉണ്ട്, സ്പീഡ് 54 × 5/18. അപ്പൊ 18 3 54. 15 15 ആണ് 225. നമ്മുടെ ഉത്തരം 15 സെക്കൻഡ്. ഒരു ക്ലാസ്സിൽ 11 കുട്ടി ശരാശരി ഭാരം 43, 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ചേർന്നാൽ അപ്പൊ ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പൊ നമുക്കിവിടെ ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം വേണം. ആകെ എണ്ണം ഇപ്പൊ 12 ഒരു കുട്ടിയും കൂടെ വന്നു ചേർന്നേ. ശരാശരിയിലെ വ്യത്യാസം. അപ്പോ നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഉത്തരം 42.75. ഇനി ഇവിടെ 2 16 64 LCM ചെയ്യുക. 2 കൊണ്ട് ഒരു പ്രാവശ്യം 2 16 32. LCM ആണ് കാണേണ്ടത്. അപ്പോൾ 8 കൊണ്ട് 8 32. ഇനി 32 × 2 ഈ 2 4 23 64 ഛേദം വരുന്നത്. ക്ലിയർ ആണ്. 64 ബാക്കിയെല്ലാം നമുക്ക് വെട്ടിക്കളയാം. ഇനി 64 ഗുണം 64 1/2 പ്ലസ് 64 × 3/16 പ്ലസ് 64 × 5/14. അപ്പൊ ഇവിടെ നമ്മൾ 64 കോമൺ എടുത്തു, 32 വരും അല്ലേ. പ്ലസ് ഇവിടെ 64 16 എത്ര എണ്ണം ഉണ്ട് നോക്കുക, അത് ചെയ്യുക. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. വലിയ പ്രശ്നമൊന്നുമില്ല. 49/64. അപ്പൊ LGSകാർക്ക് വേണ്ടിയുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ചിലപ്പോൾ ഹെഡിങ്ങിൽ LDC LGS 2024 എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളായിരിക്കും. ഫോളോ ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.